CBSE 12ാം ക്ലാസ് മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ 6ാമത്തെ ചാപ്റ്ററായ മാക്സിമ ആൻഡ് മിനിമയാണ് നമ്മൾ ചെയ്തു വന്നിരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വർക്കിംഗ് റൂൾസും മറ്റ് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഇനിയും ചെയ്യാനുള്ളത് ടെക്സ്റ്റ് ബുക്കിലെ 22ാമത്തെ ക്വസ്റ്റ്യനാണ്. വളരെ രസകരമായ ഒരു ക്വസ്റ്റ്യനാണിത്. 28 മീറ്റർ നീളമുള്ള ഒരു വയറുണ്ടായിരുന്നു. അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തു. അതിലെ ആദ്യത്തെ പോർഷൻ എക്സ് എന്ന് നമ്മൾ അടയാളപ്പെടുത്തുന്നു. അതിലെ രണ്ടാമത്തെ അത് മൊത്തം 28 അതിലെ ഫസ്റ്റ് പോർഷൻ എക്സ് ആണെങ്കിൽ ബാക്കിയുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ 28 മൈനസ് എക്സ് ആണ്. ഇങ്ങനെയാണ് ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നത്. എ വയർ ഈസ് ടു ബി കട്ട് ഇൻ ടു 2 പീസസ്. എന്നിട്ട് അവർ പറഞ്ഞ വൺ ഓഫ് ദ പീസസ് ഈസ് ടു ബി മെയ്ഡ് ഇൻ ടു എ സ്ക്വയർ ആൻഡ് ദി അതർ ഇൻ ടു എ സർക്കിൾ. അതായത് ഒരു പീസും കൊണ്ട് അവരൊരു സർക്കിൾ ഉണ്ടാക്കി, വേറൊരു പീസും കൊണ്ട് അവരൊരു സ്ക്വയർ ഉണ്ടാക്കി. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിലെ സർക്കിളിൻ്റെ റേഡിയസ് 6 എന്നും സ്ക്വയറിൻ്റെ സൈഡ് എ എന്നും നമ്മൾ വിചാരിക്കുക. ഇനി നമുക്കറിയാം ഈ സർക്കിളിൻ്റെ ഈ എക്സ് സെൻറ്റിമീറ്റർ കൊണ്ടാണ് ഈ സർക്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് സർക്കിളിൻ്റെ ചുറ്റുമുള്ള നീളം എന്ന് പറയുന്നത് എക്സ് ആണ്. ഈ എക്സ് ആണ് ഈ സർക്കിളിൻ്റെ ചുറ്റുമുള്ള നീളം. സോ ഈ സർക്കിളിൻ്റെ ചുറ്റുമുള്ള നീളത്തിന് നമ്മൾ പറയുന്ന പേര് സർക്കംഫറൻസ് എന്നാണ്. സോ സർക്കിളിൻ്റെ സർക്കംഫറൻസ് നമുക്ക് എഴുതാം. സർക്കിളിൻ്റെ സർക്കംഫറൻസ് എത്രയാണെന്ന് നമുക്കറിയാം. 2πr ആണ് സർക്കിളിൻ്റെ സർക്കംഫറൻസ്. അപ്പം നമ്മൾ ആ ഒരു കാര്യം എഴുതണം. C = 2x. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അതായത് 2πr = x. ഇവിടെ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ, അല്ലെ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. r = x/2π. അങ്ങനെ സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് കിട്ടി. ഇതുപോലെ തന്നെ സ്ക്വയറും. ഇതാണ് നമ്മുടെ സ്ക്വയർ. ഈ സ്ക്വയർ ബാക്കി വന്ന 28 - x നീളമുള്ള വയറ് കൊണ്ടാണ് ഈ സ്ക്വയർ ഉണ്ടാക്കിയത്. സ്ക്വയറിൻ്റെ ചുറ്റുമുള്ള നീളം എന്ന് പറയുന്നത് പെരിമീറ്ററാണ്. പെരിമീറ്റർ ആവുകൊണ്ട് നമുക്ക് പറയാം പെരിമീറ്റർ = പെരിമീറ്റർ എത്രയാണ്? പെരിമീറ്റർ ഫോർമുല ഓർമ്മയുണ്ടല്ലോ, 4a. 4a എന്ന് പറഞ്ഞാൽ 28 - x ആണ്. അവിടെ നിന്ന് നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സോ a = 28 - x/4. ഇനി ഇവർ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻ സർക്കിളിൻ്റെ പോർഷൻ്റെ ഏരിയ A1 എന്നും സെക്കൻഡ് പോർഷൻ സ്ക്വയറിൻ്റെ പോർഷൻ്റെ ഏരിയ A2 എന്നും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഇവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അവസാനത്തെ വാചകം, വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദ 2 പീസസ് സോ ദാറ്റ് കമ്പൈൻഡ് ഏരിയ ഈസ് മിനിമം. അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്പൈൻഡ് ഏരിയ മിനിമം ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് സർക്കിളിൻ്റെയും സ്ക്വയറിൻ്റെയും കൂടെ ചേർത്തുള്ള ഏരിയ മിനിമം ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മുടെ ഒന്നാമത്തെ ജോലി. രണ്ടാമത്തെ ജോലി അവർ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദ 2 പീസസ്. അതായത് നമ്മൾ ഈ വയറിനെ 2 പീസായിട്ട് മുറിച്ചല്ലോ, ആ 2 പീസിൻ്റെയും നീളം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് എക്സ് എത്രയാണ്, 28 - x എത്രയാണ്, ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിക്കണം. അത് നമ്മൾ നല്ല പേപ്പറിൽ ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും. നമുക്കൊരു ഇമ്പ്രഷനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പേപ്പറിൽ അത് എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് എഴുതി വയ്ക്കുന്നത് നല്ലതായിരിക്കും. സോ കമ്പൈൻഡ് ഏരിയയെക്കുറിച്ച് പറയാം. എന്താണ് കമ്പൈൻഡ് ഏരിയ? കമ്പൈൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ഏരിയ പ്ലസ് സ്ക്വയറിൻ്റെ ഏരിയ ആണ്. സോ a = a1 + a2. a1 ഞാൻ പറഞ്ഞു സർക്കിളിൻ്റെ ഏരിയ ആണ്. a2 എന്ന് പറഞ്ഞാൽ സ്ക്വയറിൻ്റെ ഏരിയയും. സോ സർക്കിളിൻ്റെ ഏരിയയുടെ ഫോർമുല നമുക്കറിയാം, πr² പ്ലസ് a2 എന്ന് പറഞ്ഞാൽ a², സ്ക്വയറിൻ്റെ ഏരിയ a² = π × r. നമുക്ക് നേരത്തെ കിട്ടി x/2π ദ ഹോൾ സ്ക്വയർ പ്ലസ് a². എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ട് മുകളിൽ കിട്ടിയിട്ടുണ്ട് 28 - x/4 ദ ഹോൾ സ്ക്വയർ. ദ ഹോൾ സ്ക്വയർ ആണ് 28 - x/4 ദ ഹോൾ സ്ക്വയർ ആണത്. സോ a = നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ π × x²/2π ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4π² പ്ലസ് 28 - x നേരത്തെ പറഞ്ഞല്ലോ ബൈ ദ ഹോൾ സ്ക്വയർ 28 - x ദ ഹോൾ സ്ക്വയർ ബൈ ഡിനോമിനേറ്റർ 4ൻ്റെ സ്ക്വയർ, അത് 16 ആണ്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ക്യാൻസൽ ചെയ്യാൻ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് ക്യാൻസൽ ചെയ്ത് എഴുതാം. സോ a = ആ ഒരു പൈയും ഒരു π² പൈ സ്ക്വയറും ക്യാൻസലാകും. x²/4π പ്ലസ് 28 - x ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 16. ഇതിൻ്റെ സ്റ്റെപ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ട് 1 സ്റ്റെപ്പ് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കാണുന്നത് നല്ലതായിരിക്കും.
ഡി എ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം, സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം, പിന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡി എ ബൈ ഡി എക്സ് ഇസിക്കൽ ടു സീറോ കൊടുക്കണം. ഇതാണ് നമ്മുടെ ആദ്യത്തെ 3 സ്റ്റെപ്പുകൾ. ഈ ആദ്യത്തെ 3 ഇനി ഒന്ന് രണ്ട് സ്റ്റെപ്പുകൾ ബാക്കിയുണ്ട്. തൽക്കാലം നമുക്ക് ഇത്രയും ചെയ്യാം. ഡി എ ബൈ ഡി എക്സ്, അതായത് നമുക്ക് കിട്ടിയ എ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സോ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ബൈ താഴെ 4π കോൺസ്റ്റൻ്റ് ആണ്, പ്ലസ് 28 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡെറിവേറ്റീവ് 2 × 28 മൈനസ് എക്സ് ബൈ താഴത്തെ കോൺസ്റ്റൻറ്റ് 16 × എക്സിൻ്റെ ഡെറിവേറ്റീവ് -1. ഒന്ന് ക്യാൻസൽ ചെയ്തൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ, സോ എക്സ് ബൈ 2π പ്ലസ് ഇൻറ്റു മൈനസ് ഉണ്ട്, ആ മൈനസിനെ നമ്മൾ അകത്തോട്ട് എഴുതുക, -28 മൈനസ് എക്സ് ബൈ താഴേക്ക് 16 ക്യാൻസൽ ചെയ്ത് 8. ഇനി ഇപ്പം കിട്ടിയതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. ഈ സ്റ്റെപ്സൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തത് നല്ലതായിരിക്കും. എക്സ് ബൈ 2πയുടെ 1/2π മൈനസ് 28ൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1, ബ്രാക്കറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് 1/2π പ്ലസ് 1/8. അങ്ങനെ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടി. സ്റ്റെപ്പ് 3, ഡി എ ബൈ ഡി എക്സ് ഇസിക്കൽ ടു 0 കൊടുക്കണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് അതായത് എക്സ് ബൈ 2π മൈനസ് 28 മൈനസ് എക്സ് ബൈ 8 ഈസിക്കൽ ടു 0 കൊടുക്കണം. ഇവിടെ നമ്മൾ LCM കണ്ടുപിടിക്കണം. ഒരിടത്ത് 8ഉം ഒരിടത്ത് 2π ഉണ്ട്. 8ഉം 2ൻ്റെ LCM 8 ആണ്. പിന്നെ എക്സ്ട്രാ വന്നത് π ആണ്, ആ പൈയും താഴോട്ട് എഴുതുക. 2πയെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഡിനോമിനേറ്ററായ 2πയെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 8π കിട്ടും. സോ അതിൻ്റെ ന്യൂമറേറ്ററിൽ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 4x, LCM ഒക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. 4x മൈനസ് 8 ഉണ്ട്, 8ന് പൈ കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 8π കിട്ടും. സോ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ നമ്മൾ LCM കണ്ടുപിടിക്കുക. ഇതിൻ്റെ ഡിനോമിനേറ്റർ 0, നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയി പോകും. 4x മൈനസ് മുകളിലത്തെ ന്യൂമറേറ്ററിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യുക, 28π മൈനസ് പ്ലസ് πx ഇസിക്കൽ ടു 0. നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് വേണ്ടത്, അതുകൊണ്ട് എക്സ് ഉള്ള ടേമെല്ലാം ഒരു സൈഡിലിടുക. സോ 4x പ്ലസ് πx ഇസിക്കൽ ടു എക്സ് ഇല്ലാത്ത ടൈമിനെ ഈക്വലിൻ്റെ അപ്പുറത്തെ ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുക, 28π. എക്സ് കോമൺ എടുക്കുക, എക്സ് ഇൻറ്റു π പ്ലസ് 4, അത് 4 പ്ലസ് π തന്നെയാണ്, π പ്ലസ് 4 ഇസിക്കൽ ടു 28π. സോ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടുമല്ലോ, എക്സ് ഇസിക്കൽ ടു 28π ബൈ π പ്ലസ് 4. അങ്ങനെ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇത് നമ്മുടെ സ്റ്റെപ്പ് 3യുടെ പാർട്ടാണ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടിരിക്കുന്ന സ്റ്റെപ്പ് 4, ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം കിട്ടിയ എക്സിൻ്റെ വാല്യൂ ഈ d² a ബൈ dx സ്ക്വയറിൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ജോലി. സോ d² a ബൈ dx സ്ക്വയർ, dx എന്നാണ് എഴുതിയിരിക്കുന്നത്, ഇപ്പോൾ dx സ്ക്വയർ തിരുത്തി എഴുതണം, അറ്റ് എക്സിൻ്റെ വാല്യൂ ഈസിക്കൽ ടു 1/2π പ്ലസ് 1/8. നമുക്കറിയാം ഇതെല്ലാം 1/2π പോസിറ്റീവാണ്, 1/8 പോസിറ്റീവാണ്. എക്സിൻ്റെ വാല്യൂ അവിടെ കൊടുക്കാൻ നമുക്ക് വേരിയബിൾസ് ഒന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് എക്സ് എന്ന് വെറുതെ പറയാമെന്നേ ഉള്ളൂ. സോ ഇത് എല്ലാം പോസിറ്റീവാണ്, നടുക്ക് പ്ലസ് ആയതുകൊണ്ട് നമുക്കിത് പറയാം. ഇത് ഉറപ്പായിട്ടും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 0 എന്ന് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ റൂള് പ്രകാരം എ ഈസ് മിനിമം, ഇതാണ് നമ്മുടെ റൂള്. പോസിറ്റീവ് വരികയാണെങ്കിൽ മിനിമം എന്നുള്ളതാണ് നമ്മുടെ റൂള്. സോ എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏരിയ ഈസ് മിനിമം. അതാണ് നമുക്ക് ആദ്യമേ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്, കമ്പൈൻഡ് ഏരിയ ഈസ് മിനിമം, അതാണ് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അത് നമുക്ക് കിട്ടി. ഇനി സെക്കൻഡ് പാർട്ട് ചോദിച്ചിട്ട് ലെങ്ത് ഓഫ് ദി 2 പീസസ്. എക്സിൻ്റെ വാല്യൂ ഓൾറെഡി ഉണ്ട്, നമുക്കിനി വേണ്ടത് 28 മൈനസ് എക്സ് എന്നുള്ള വാല്യൂ, അതൊന്ന് കണ്ടുപിടിക്കാം. സോ 28 മൈനസ് എക്സ് ഈസിക്കൽ ടു 28 മൈനസ് എക്സിൻ്റെ വാല്യൂ 28π ബൈ π പ്ലസ് 4. LCM എടുക്കുന്നതിന് മുമ്പ് ആ 28 ഒന്ന് കോമൺ എടുക്കുക നല്ലതായിരിക്കും, കുറച്ച് ജോലി കുറഞ്ഞ് കിട്ടും. 28 ഇൻറ്റു 1 മൈനസ് 28π എന്ന് 28 കോമൺ എടുക്കുക, π ബൈ π പ്ലസ് 4. ഇനി ബാക്കി വന്നതിൽ നിന്ന് LCM എടുക്കുക, 28 ഇൻറ്റു LCM എടുക്കുമ്പം π പ്ലസ് 4 മൈനസ് π ബൈ π പ്ലസ് 4. ന്യൂമറേറ്ററിൽ പ്ലസ് π ഉണ്ട് മൈനസ് π ഉണ്ട്, അത് ക്യാൻസലായി പോകും. ബാക്കി 28 ഇൻറ്റു 4, 8 ഇൻറ്റു 4 32, ബാലൻസ് റിമൈൻഡർ 3 ഉണ്ട്, 2 ഇൻറ്റു 4 8 പ്ലസ് 3 11, 112 ബൈ π പ്ലസ് 4. അങ്ങനെ നമുക്ക് സെക്കൻഡ് പാർട്ട് കിട്ടി. ഫസ്റ്റ് പാർട്ട് നമുക്ക് എക്സ് ഉണ്ട്, സെക്കൻഡ് പാർട്ട് നമുക്ക് 28 മൈനസ് എക്സും ഉണ്ട്.
അപ്പോൾ നമുക്ക് കിട്ടേണ്ട 2 പോർഷനും കിട്ടിയിട്ടുണ്ട്. നമ്മളിതൊന്ന് കമ്പൈൻ ചെയ്തൊന്ന് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് ക്വസ്റ്റ്യൻ പ്രകാരം ഒന്ന് എഴുതാം. സോ കമ്പൈൻഡ് ഏരിയ ഈസ് മിനിമം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യന് ചോദിച്ചിരുന്ന ഒന്നാമത്തെ കാര്യം. വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദ 2 സൈഡ്സ് സോ ദാറ്റ് ദ കമ്പൈൻഡ് ഏരിയ ഈസ് മിനിമം. അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ കമ്പൈൻഡ് ഏരിയ മിനിമം എന്ന് കിട്ടി. വിത്ത് നമ്മൾ ഒരു നൂലിനെ 2ആയിട്ട് മുറിച്ച് കളഞ്ഞല്ലോ, അതിൽ ഓരോ പാർട്ടും എത്ര ഉണ്ടെന്ന് നമുക്കറിയാം. ഒരു പാർട്ട് എക്സും ഒരു പാർട്ട് 28 - x ആയിരുന്നല്ലോ, അതൊന്ന് എഴുതാം. വിത്ത് 2 പീസസ് വിത്ത് എക്സിൻ്റെ വാല്യൂ എഴുതുക 28π/π+4 ആൻഡ് 112π+4. വളരെ രസകരമായ ക്വസ്റ്റ്യനാണ്. ക്ഷമയോടെ എഴുതി പഠിക്കണം. നമ്മളങ്ങനെ വായിച്ചു പഠിച്ചാൽ മാത്രം പോരാ, ഇതൊന്ന് എഴുതി പഠിക്കാനും ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 23 അടുത്തത്. ഈ ക്വസ്റ്റ്യൻ ഇച്ചിരി ലെങ്തിയാണ്, അതുപോലെ ഇച്ചിരി ടഫുമാണ്. ക്ഷമയോടെ വായിച്ച് ശ്രദ്ധിച്ച് പഠിക്കണം. പ്രൂവ് ദാറ്റ് ദ വോളിയം ഓഫ് ദ ലാർജസ്റ്റ് കോൺ ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സ്ഫിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കൊരു സ്ഫിയർ ഉണ്ടായിരുന്നു. ആ സ്ഫിയറിലൊരു കോൺ, അതിനകത്ത് ഒരു കോൺ ഇൻസേർട്ട് ചെയ്തു. ഇതിൻ്റെ സെൻറ്റർ നമ്മൾ വരയ്ക്കുക. ഇതാണ് ഇതിൻ്റെ റേഡിയസ്, സ്ഫിയറിൻ്റെ റേഡിയസ്. അത് ക്യാപിറ്റൽ ആർ എന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വരച്ചതും സ്ഫിയറിൻ്റെ റേഡിയസ്, അത് നമ്മൾ ക്യാപിറ്റൽ ആർ എന്ന് കൊടുക്കുക. ഈ ടോട്ടൽ ഹൈറ്റ്, കോണിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ എച്ച്. നമ്മൾ യൂഷ്വലി സ്മോൾ ലെറ്റർ എച്ച് കൊണ്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോണിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആർ കൊണ്ട് ഡിനോട്ട് ചെയ്യുക. ടോട്ടൽ ഹൈറ്റ് എച്ച് ആണ്, റേഡിയസ് ആറുണ്ട്. ടോട്ടൽ ഹൈറ്റ് എച്ച് ആണ്, അതുകൊണ്ട് ഇത്ര ഭാഗം റേഡിയസാണ്. ബാക്കി വന്ന പോർഷനെ നമുക്കറിയാം, എച്ചിൽ നിന്ന് 6 പോയിട്ട് h-r ആണ് ബാക്കി വന്ന ആ ഒരു പോർഷൻ്റെ നീളം, h-r. അതായത് O സെൻറ്റർ നോ മാർക്ക് ചെയ്യുക. അതുപോലെ താഴത്തെ ആ ഒരു 90 ഡിഗ്രി വരുന്ന പോർഷൻ A, സൈഡിൽ B മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ സ്ഫിയർ. നമ്മൾ ഈ വരച്ച കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഡയഗ്രാം ഉള്ളതുകൊണ്ട് അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അങ്ങനെ എഴുതുന്നത് നല്ലതായിരിക്കും. സോ ലെറ്റ് O ബി ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. നമ്മൾ വരച്ച സർക്കിളിൻ്റെ സെൻറ്റർ O എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇനി അതിൻ്റെ ആ കോണിൻ്റെ ഡയമെൻഷൻസ് എഴുതുക. R എന്ന് പറഞ്ഞാൽ R ആൻഡ് H ബി ദ റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ. അല്ലെങ്കിൽ ഡയമെൻഷൻസ് ഓഫ് ദ കോൺ, അല്ലെങ്കിൽ റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ. നമുക്കങ്ങനെ ഇഷ്ടമുള്ള പോലെ എഴുതാം. അത്തരം കാര്യങ്ങൾ ഒന്ന് എഴുതുക. ഇനി നമുക്ക് എഴുതേണ്ടത് എന്താണ് പ്രൂവ് ചെയ്യാൻ ഉള്ളതെന്നാണ്. കണ്ടോ, പ്രൂവ് ദാറ്റ് ദ വോളിയം ഓഫ് ദ ലാർജസ്റ്റ് കോൺ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് വോളിയം ഓഫ് ദ കോൺ മാക്സിമം, ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആകണം എന്നാണ് ഒന്നാമത് പ്രൂവ് ചെയ്യേണ്ടത്. രണ്ടാമത് പ്രൂവ് ചെയ്യേണ്ടത് അവർ പറഞ്ഞിട്ടുണ്ട്, വോളിയം ഓഫ് ദ കോൺ ഈസ് ഈക്വൽ ടു 8/27 ഇൻറ്റു വോളിയം ഓഫ് ദ സ്ഫിയർ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ഇത് ഇച്ചിരി ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രയാങ്കിൾ OAB എടുക്കാം. OAB പൈതഗോറസ് തിയറം അനുസരിച്ച് ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് പറയാം OB സ്ക്വയർ ഈസ് ഈക്വൽ ടു OA സ്ക്വയർ പ്ലസ് AB സ്ക്വയർ. നമ്മുടെ പൈതഗോറസ് തിയറമാണത്. സോ OB നമുക്കറിയാം, ക്യാപിറ്റൽ R സ്ക്വയർ ഈസ് ഈക്വൽ ടു OA എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു തരാണ്, h-r ദ ഹോൾ സ്ക്വയർ പ്ലസ് AB എന്ന് പറഞ്ഞാൽ നമ്മുടെ കോണിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ r സ്ക്വയർ. ഈ h-r ദ ഹോൾ സ്ക്വയർ നമുക്ക് a - b ദ ഹോൾ സ്ക്വയർ ഫോമിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. h സ്ക്വയർ മൈനസ് 2HR പ്ലസ് r സ്ക്വയർ പ്ലസ് സ്മോൾ r സ്ക്വയർ. രണ്ട് സൈഡിലും r സ്ക്വയർ ക്യാൻസലാകും. നമുക്ക് സ്മോൾ r സ്ക്വയറിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അതുകൊണ്ട് ബാക്കി r സ്ക്വയറിനെ ഒരു സൈഡിൽ നിർത്തുക, ബാക്കിയുള്ളതിൽ അപ്പുറത്ത് കൊണ്ടുപോവുക. -2HR ഈക്വൽ ഇപ്പുറത്ത് വരുമ്പോൾ 2HR, h സ്ക്വയർ അപ്പുറത്ത് വരുമ്പോൾ -h സ്ക്വയർ ആവും. നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് വോളിയം ഓഫ് ദ കോണാണ് വേണ്ടത്. സോ വോളിയം ഓഫ് ദ കോൺ നമുക്കൊന്ന് എഴുതാം. എന്താ വോളിയം ഓഫ് ദ കോൺ? വോളിയം ഓഫ് ദ കോൺ ഈസ് 1/3πr സ്ക്വയർ h ഈസ് ഈക്വൽ ടു, നമുക്ക് r സ്ക്വയറിൻ്റെ വാല്യൂ മുകളിലുണ്ട്. സോ v ഈസ് ഈക്വൽ ടു 1/3π ഇൻറ്റു r സ്ക്വയറിൻ്റെ വാല്യൂ മുകളിലുണ്ട്. ഇക്വേഷൻ നമ്പർ 1 2HR മൈനസ് h സ്ക്വയർ ഇൻറ്റു h. ഇതാണ് നമ്മുടെ വോളിയം ഓഫ് ദ കോൺ.
എച്ചിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക. 1/3 പൈ എന്ന് പറഞ്ഞാൽ π/3 ആണ്. 2HR ഇൻറ്റു എച്ച് 2HR ഇൻറ്റു എച്ച് ഇൻറ്റു എച്ച് എച്ച് സ്ക്വയർ ആണ്. മൈനസ് എച്ച് സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് ക്യൂബാണ്. അപ്പം നമുക്ക് നമ്മുടെ വോളിയം കിട്ടി. ഇനി നമ്മുടെ സ്റ്റെപ്പുകൾ ഓർമ്മയുണ്ടല്ലോ, നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. dV/dH വേണം, d²V/dH² വേണം. അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ dV/dH = 0 കൊടുക്കണം. 3 സ്റ്റെപ്പും പാർട്ട് 1 വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. dV/dH = π/3 ഇൻറ്റു എച്ച് കൊണ്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് 2R കോൺസ്റ്റൻ്റ് ആണ്. 2R ഇൻറ്റു എച്ച് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2H മൈനസ് എച്ച് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3H². നമുക്കൊന്ന് ചുമ്മാ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. π/3 ഇൻറ്റു 2 × 4RH മൈനസ് 3H². സോ നമുക്ക് dV/dH കിട്ടി. ഇതിനൊന്നും കൂടെ എച്ച് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. π/3 ഇൻറ്റു 4R, എച്ച് കൊണ്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. 4Rനെ അവിടെ ഇടുക. എച്ചിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 3 ഇൻറ്റു H² ഡെറിവേറ്റീവ് 2H. സോ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ π/3 ഇൻറ്റു 4R മൈനസ് 6H. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 2 ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് സ്റ്റെപ്പ് 3 ആണ്. അത് dV/dH = 0 കൊടുക്കണം. സോ π/3 ഇൻറ്റു 4RH മൈനസ് 3H² = 0. നമുക്ക് π/3 0 ആകില്ല. 4RH മൈനസ് 3H² ആണ് 0 ആകുന്നത്. 4RH മൈനസ് 3H² = 0. ചെയ്യാൻ എളുപ്പം എന്ന് പറയുന്നത് എച്ചിൻ്റെ വാല്യൂ കോമൺ എടുക്കുന്നതാണ്. എച്ച് ഇൻറ്റു 4R മൈനസ് 3H = 0. സോ എച്ചിന് 2 വാല്യൂ കിട്ടും. ഒന്ന് H = 0 എന്നുള്ളൊരു വാല്യൂയും കിട്ടും. പിന്നെ 4R മൈനസ് 3H = 0 എന്നുള്ള വാല്യൂയും കിട്ടും. H = 0 നമുക്കറിയാം. ഹൈറ്റ് 0 ആയാൽ പിന്നെ അങ്ങനെ ഒരു കോണില്ല, അത് ഇമ്പോസിബിളാണ്, നോട്ട് പോസിബിൾ. അത് നമ്മളത് എഴുതുക. H = 0 ഈസ് നോട്ട് പോസിബിൾ. ദെർഫോർ ബാക്കി വന്നിട്ടുള്ള വാല്യൂ 4R മൈനസ് 3H = 0. അത് നമ്മൾ എഴുതുക. 4R മൈനസ് 3H = 0. നമുക്ക് വേണ്ടത് എച്ചിൻ്റെ വാല്യൂ ആണ്. അവിടുന്ന് എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. 4R = 3H ഇംപ്ലൈസ് H = 4R/3. കിട്ടിയ ഈ എച്ചിൻ്റെ വാല്യൂ നമ്മൾ നമ്മുടെ റൂള് പ്രകാരം സെക്കൻഡ് ഡെറിവേറ്റീവിലിട്ട് കൊടുക്കണം. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ്. അവിടെ എച്ചിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കണം. d²V/dH² at H = π/3 ഇൻറ്റു 4R മൈനസ് 6 ഇൻറ്റു എച്ചിൻ്റെ വാല്യൂ 4R/3. 3യും 6ഉം ക്യാൻസലായി പോകും. നമുക്കറിയാം 2 ആണ്. സോ = π/3 ഇൻറ്റു 4R മൈനസ് 8R. ദാറ്റ് ഈസ് π/3 ഇൻറ്റു 4R മൈനസ് 8R മൈനസ് 4R ആണ്. ഹോൾ ടൈമിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു മൈനസ് പുറത്ത് വരും. ക്ലിയർലി അത് <0 ആണ്. എന്നാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് എഴുതാം അപ്പം കിട്ടിയ വാല്യൂ. സോ = മൈനസ് 4R ഇൻറ്റു പൈ = മൈനസ് 4πR/3. മൈനസ് പുറത്തുള്ളത് കൊണ്ട് <0 ആണ്. <0 ആണെങ്കിൽ നമ്മുടെ റൂള് പ്രകാരം അത് മാക്സിമം ആണ്. അപ്പം നമുക്ക് ഒന്ന് എഴുതാം. നമുക്കൊന്ന് ഇച്ചിരി വിശദമായിട്ടൊന്ന് എഴുതാം. ദെർഫോർ വോളിയം വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വോളിയം ഈസ് മാക്സിമം. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് രണ്ടാമത്തെ കാര്യം, വോളിയം ഓഫ് ദ കോൺ. അപ്പോൾ നമ്മൾ വോളിയം ഓഫ് ദ കോൺ എന്ന് എഴുതുക. വോളിയം ഓഫ് ദ കോൺ അതിൻ്റെ ഫോർമുല അറിയാമല്ലോ, 1/3πr²H. അത് 8/27 ഇൻറ്റു വോളിയം ഓഫ് ദ സ്ഫിയർ എന്ന് പ്രൂവ് ചെയ്യണം. R² വാല്യൂ ഇക്വേഷൻ നമ്പർ 1 അത് നമുക്ക് സ്മോൾ r² പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2HR മൈനസ് H² ഇൻറ്റു ഔട്ട് സൈഡ് ഒരു H കിടപ്പുണ്ട്. ദാറ്റ് ഈസ് 1/3π ഇൻറ്റു 2 ഇൻറ്റു എച്ചിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. H = 4/3 എന്ന് H കാണുന്നിടത്തല്ല വാല്യൂ കൊടുക്കുക. 4R/3 ഇൻറ്റു
അത് ഇക്വേഷൻ നമ്പർ എവിടെ നിന്നാണ് കിട്ടുന്നത് എഴുതുന്നത് നല്ലതാണ്. 4r/3 ഇൻറ്റു പിന്നെ r മൈനസ് h സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4r/3 ദ ഹോൾ സ്ക്വയർ, അതായത് 16r²/9 ആണ്. ആ സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്ത് അങ്ങ് എഴുതിയതാണ്. ഇനി ഔട്ട് സൈഡിൽ h ഉണ്ട്, അതിൻ്റെ വാല്യൂ കൊടുക്കുക. 4r/3 ഈസ് ഈക്വൽ ടു 1/3 പൈ ഇൻറ്റു 2 ഇൻറ്റു 4 8r²/3 തൽക്കാലം എഴുതുന്നില്ല, മൈനസ് 16r² താഴെ അവിടെ 9 ആണ്. തൊട്ട് മുമ്പത്തെ അവിടെ 3 ആണ്. നമുക്കറിയാം അതിൻ്റെ LCM നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. 1/3 പൈ ഇൻറ്റു 8r² അവിടെ LCM 9 ആയതുകൊണ്ട് തന്നെ മുകളിലൊരു 3 കൊണ്ട് 8r² മൾട്ടിപ്ലൈ ചെയ്യണം. 8r² ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 24r² മൈനസ് 16r² ഇൻറ്റു ഔട്ട് സൈഡിലുള്ള 4r/3. ഇതെല്ലാം സിംപ്ലിഫിക്കേഷൻസ് ആണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കുക, ക്ഷമാപൂർവ്വം ശ്രദ്ധിക്കുക. നമുക്കൊരു ഒന്ന് എടുത്തു ചാടി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്ഷമയോടുകൂടി ശ്രദ്ധിക്കുക, എഴുതി പഠിക്കുക, മാത്രമേ നമുക്ക് മാർഗമുള്ളൂ. സിംപ്ലിഫൈ ചെയ്ത് 24 മൈനസ് 16 എന്ന് പറഞ്ഞാൽ 8r² ആണ്. നമ്മുടെ ആൻസറിലോട്ട് നോക്കി 8/27 വരണം. അത് ഇവിടെ എവിടെയെങ്കിലും കിട്ടും. ട്രിക്കിയായിട്ട് നമ്മൾ ആലോചിക്കണം. 8 വേണം, താഴെ 27 വരണം. താഴെ 27 വന്നു. അതാണ് നമുക്ക് ക്വസ്റ്റ്യൻ. അങ്ങനെ വോളിയം ഓഫ് ദ കോൺ ഈസ് ഈക്വൽ ടു 8/27 ഇൻറ്റു വോളിയം ഓഫ് ദ സ്ഫിയർ എന്നാണ്. അപ്പോൾ നമ്മളൊരു 8/9 താഴെ ഒരു 9 ഇൻറ്റു 3 27 നമ്മൾ 8/27 ഓൾറെഡി എഴുതി. ഇനി ബാലൻസ് ഉള്ളതൊന്ന് എഴുതാം. ബാലൻസ് നോക്കി 4/3 ഉണ്ട്, അവിടെ ഒരു പൈ ഉണ്ട്, പൈ എഴുതുക. ഒരു r² ഇവിടെ 6 ഉണ്ട്, r³ ഉണ്ട്. അപ്പോൾ 8/27 നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? നമ്മൾ 8ാം ക്ലാസ്സൊക്കെ തൊട്ട് പഠിക്കുന്നതാണ്. 8/27 ഇൻറ്റു 4/3 പൈ r³ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദ സ്ഫിയർ ആണ്. ഇതായിരുന്നു നമ്മളോട് ചോദിച്ചിരുന്ന രണ്ടാമത്തെ പോർഷൻ. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സോ നമ്മൾ തുടങ്ങിയത് വോളിയം ഓഫ് ദ കോണിലാണ്. വോളിയം ഓഫ് ദ കോൺ ഈസ് ഈക്വൽ ടു 8/27 ഇൻറ്റു വോളിയം ഓഫ് ദ സ്ഫിയർ. 23ാമത്തെ ക്വസ്റ്റ്യൻ വളരെ ലെങ്തിയാണ്, ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ട് നമുക്ക് തോന്നും. ക്ഷമാപൂർവ്വം ശ്രദ്ധാപൂർവ്വം നോക്കുക, എഴുതി തന്നെ പഠിക്കുക, വായിച്ച് പഠിക്കാൻ ശ്രമിക്കാതെ. ഇതുവരെ പഠിക്കാത്ത ആളുകൾ ഒരു 3-4 വട്ടം ഇത് എഴുതി പഠിക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24. ഷോ ദാറ്റ് ദ റൈറ്റ് സർക്കുലർ കോൺ ഓഫ് ലീസ്റ്റ് CSA എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കോണൊന്ന് വരയ്ക്കാം. കോണിൻ്റെ ഡയമെൻഷൻസൊക്കെ ഒന്ന് എഴുതുക. ഇത് നമ്മുടെ ഹൈറ്റാണ്. നമുക്കറിയാം കോണിന് സിലിണ്ടർ പോലല്ല, 3 ഡയമെൻഷൻസ് ഉണ്ട്. ഹൈറ്റ് ഉണ്ട്, L സ്ലാൻ ഹൈറ്റ്, റേഡിയസ് 6 ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? CSA മിനിമം ആണെന്ന് പ്രൂവ് ചെയ്യണം. ലീസ്റ്റ് CSA എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞേക്കുന്ന ഒരു കാര്യം, അവസാന വാചകം, ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു √2 ടൈംസ് ദ റേഡിയസ്, അതായത് h ഈസ് ഈക്വൽ ടു √2r എന്നും നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. ആ 2 കാര്യങ്ങളൊന്ന് എഴുതുക. എന്താണ് നമുക്ക് ഒരു ഗിവൺ ഈ ക്വസ്റ്റ്യനിലുണ്ട്, ഗിവൺ വോളിയം. ചില ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് ഗിവൺ കാണും, ഗിവൺ എന്ന് പറഞ്ഞ് തന്നെ തരും. ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഗിവൺ തരില്ല. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഗിവൺ കണ്ടുപിടിക്കേണ്ടി വരും. ഈ കേസിൽ അവർ നമുക്ക് ഗിവൺ തന്നിട്ടുണ്ട് വോളിയം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് CSA മിനിമം ആണെന്നാണല്ലോ. സോ C ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതുക πRL. അത് നോക്കി മേളിൽ നമുക്ക് ഇവിടെ r/L ഇവിടെ r² h നമ്മുടെ വേരിയബിൾസ്. അപ്പോൾ നമുക്കിത് രണ്ടും ഒരുപോലെ വരണം. ഗിവണിലും പ്രൂവ് ചെയ്യാനുള്ളിടത്തും വേരിയബിൾസ് സെയിം വരണം. ഇവിടെ r/L CSAയിൽ, വോളിയത്തിൽ നമുക്ക് r-ഉം h-ഉമാണ്. അപ്പോഴാണ് നമ്മൾ ആദ്യം എഴുതിയ ആ ഫിഗറിൽ നിന്ന് ഒരു കാര്യം കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മളിങ്ങനെ എഴുതണം. നമ്മൾ നേരത്തെ 8ലും 9ലും 10ലും ഒക്കെ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നേരത്തെയും പോലെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. L² ഈസ് ഈക്വൽ ടു r² പ്ലസ് h² എന്നുള്ള വാല്യൂ എഴുതുക. അല്ലെങ്കിൽ Lൻ്റെ വാല്യൂ L ഈസ് ഈക്വൽ ടു √r² പ്ലസ് h² എന്നുള്ള വാല്യൂ എഴുതുക. സോ ഈസ് ഈക്വൽ ടു നമുക്ക് π ഇൻറ്റു r ഇൻറ്റു Lൻ്റെ വാല്യൂ r² പ്ലസ് h². നമ്മൾ നോക്കി നമുക്ക് ഗിവൺ തന്നിട്ടുള്ള വോളിയത്തിലും CSAയിലും ഇപ്പം r/h വേരിയബിളായിട്ട് വന്നിരിക്കുന്നത്. അപ്പം വോളിയത്തിൽ നിന്ന് ഒന്നെങ്കിൽ r-ൻ്റെ വാല്യൂ അല്ലെങ്കിൽ h-ൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് CSAയിൽ ഇട്ട് കൊടുക്കുക.
എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതായിരിക്കും എളുപ്പം. 3 × v 3v/πr². ഇതാണ് ഇക്വേഷൻ നമ്പർ 1. അപ്പം നമുക്ക് CSIയിൽ എച്ചിൻ്റെ പകരം ആ വാല്യൂ കൊടുക്കുക. 3v/πr², ശരിക്കും ദ ഹോൾ സ്ക്വയർ എന്നാണത്. ഹോൾ സ്ക്വയർ എന്ന് തിരുത്തണം. അടുത്ത സ്റ്റെപ്പിൽ നമ്മളത് എഴുതുന്നുണ്ട്. സോ നമ്മളിതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇത് യുവും വിയുമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. റൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ യു വി വളരെ ലെങ്തി ആവാനുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ നമ്മുടെ പല പാർട്ടിലും ചെയ്തതുപോലെ സ്ക്വയർ ചെയ്യുക. ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ പാർട്ട് 1ലും പാർട്ട് 2ലും ചെയ്തിട്ടുണ്ട്, എന്ന് റെഫർ ചെയ്യുക. സോ സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മുടെ റൂട്ട് അങ്ങ് മാറും. ആ പുറത്തുള്ള √r² + h² റൂട്ട് അങ്ങ് മാറി നമുക്ക് ബാക്കി r² + 3v/πr ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 9v²/π²r⁴ എന്ന് കിട്ടും. അതാണ് നമ്മുടെ c². ഇനി നമ്മൾ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ വളരെ ലെങ്തി ആയി പോകും. സോ c² = π² r² × r²r⁴ π²r² × 9v²/π²r⁴. തൊട്ട് മേളത്തെ സ്റ്റെപ്പിലും നമ്മൾ r⁴ ആണ്. r⁴ r²ഉം ക്യാൻസലായി r² വരും. π² തമ്മിൽ ക്യാൻസൽ ചെയ്യുക. സോ നമുക്ക് സർഫസ് ഏരിയ സ്ക്വയർ = π²r⁴ + 9v²/r⁴. നമുക്ക് ഇതിനെ ഈ c² വേണം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ. ഇച്ചിരി ലെങ്തി ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും സ്ക്വയർ ചെയ്തിട്ട് ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. ആക്ച്വലി അതിന് ലെങ്ത് കുറവാണ് താനും. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. c²ൻ്റെ dc²/dr = π² r⁴ 4r³ എഴുതുക പ്ലസ് 9v² അവിടെ 1/r² ഡെറിവേറ്റീവ് അത് -2/r³ ആണ്. ഒന്ന് സിംപ്ലിഫൈ എഴുതാൻ നല്ലതാണ്. π² × 4 × r³ -2 × 9 -18v²/r³. ഇതാണ് നമ്മുടെ dc²/dr. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് നമ്മുടെ സ്റ്റെപ്പ് 2 ആണത്, അത് കണ്ടുപിടിക്കുക. = 4 × π² × r³ ഡെറിവേറ്റീവ് 3r² -18v² നമുക്കറിയാം r³ ഡെറിവേറ്റീവ് 1/r³ ഡെറിവേറ്റീവ് -3/r⁴ ആണ്. സോ 4 × 3 12π²r² + 18 × 3 54 v²/r⁴. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടി. നമ്മുടെ തേർഡ് സ്റ്റെപ്പാണ് dc²/dr = 0 കൊടുക്കുക. സോ dc² എന്ന് പറഞ്ഞാൽ 4π²r³ -18v²/r³ = 0 കൊടുക്കുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ LCM എടുക്കുക. സോ 4π² r⁶ -18v² / r³ = 0 കിട്ടും. LCM എടുക്കുക. 4π² r⁶ -8 = 18v². ഇവിടെ r⁶ വാല്യൂ കണ്ടുപിടിക്കുക. r⁶ ആറിൻ്റെ വാല്യൂ ആണ് ശരിക്കും നമുക്ക് വേണ്ടത്. സോ r⁶ = 18v²/4π². നമുക്ക് ക്യാൻസലായി പോകും. 2 കൊണ്ട് വെട്ടുക. അവിടെ 9 മേളിൽ 9 ആണ് വരുന്നത്, താഴെ 2 വരും. 9v²/π². ഇതാണ് നമുക്ക് r⁴ r⁶ കിട്ടുന്നത്. ഓർ നമ്മൾ ആറിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. r = 9v²/2π² ദ ഹോൾ റേസ് ടു 1/6. ഇക്വേഷൻ നമ്പർ 1 അല്ല 2 നമ്മൾ കൊടുക്കണം. ആറിൻ്റെ വാല്യൂയും r⁶ വാല്യൂയും നമ്മൾ ഓർത്തിരുന്നോളൂ. ഇതിലേതാണ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആവശ്യം വരും എന്നുള്ളത് അറിയത്തില്ല. 2 വാല്യൂ നമ്മൾ ഓർത്തിരിക്കണം. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് d² സെക്കൻഡ് ഡെറിവേറ്റീവിൽ ഇപ്പോൾ കിട്ടിയ ആറിൻ്റെ വാല്യൂ 8 കൊടുക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് നമുക്കൊന്ന് എഴുതാം. 12π². നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം എല്ലാം പോസിറ്റീവാണ്. 12 പോസിറ്റീവാണ്, π² പോസിറ്റീവാണ്, r² പോസിറ്റീവാണ്, 54 v², ഡിനോമിനേറ്ററിലുള്ള r⁴ എല്ലാം പോസിറ്റീവാണ്. നടുക്കൊരു പ്ലസ്സും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആറിൻ്റെ വാല്യൂ 8 കൊടുത്തില്ലെങ്കിൽ തന്നെ നമുക്കറിയാം എല്ലാ വാല്യൂസും പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് > 0 ആണ്. ദാറ്റ് ഈസ് c² > 0 ആണെങ്കിൽ നമുക്കറിയാം മിനിമം ആണെന്നറിയാം.
സി സ്ക്വയർ ഈസ് മിനിമം. സി സ്ക്വയർ മിനിമം, സർഫസ് ഏരിയയുടെ സ്ക്വയർ മിനിമം ആണെങ്കിൽ നമുക്കറിയാം സി ഈസ് ഓൾസോ മിനിമം ആണ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒന്നാമത്തെ പോർഷൻ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. സി എസ് എ ഈസ് മിനിമം. രണ്ടാമത്തേത് എച്ച് ഈസ് ഈക്വൽ ടു √2r ആണ്. അതുകൊണ്ട് ഇക്വേഷൻ നമ്പർ 1 നിന്നും ഇക്വേഷൻ നമ്പർ 2 നിന്നും എച്ചിൻ്റെ വാല്യൂ എഴുതുക. എച്ച് ഈസ് ഈക്വൽ ടു 3v/πr². ആൻഡ് ആറിൻ്റെ വാല്യൂ എഴുതുന്നതിനേക്കാളും നല്ലത് r⁶ വാല്യൂ എഴുതുന്നതാണ്. കാരണം ഇവിടെ ഒരു r² ഒക്കെ ഉണ്ട്. ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് r⁶ വാല്യൂ എഴുതുക. 9v²/2π². ഇച്ചിരി ട്രിക്കിയാണ്, ഇതിങ്ങനെ തന്നെ ഓർത്തിരിക്കുക, ഇതായിരിക്കും എളുപ്പവും. എച്ചിനെ ഒന്ന് ക്യൂബ് ചെയ്ത് നോക്കാം. 3യുടെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 × 3 × 3, വിയുടെ ക്യൂബ് എന്ന് പറഞ്ഞാൽ v × v × v, πയുടെ ക്യൂബ് എന്ന് പറഞ്ഞാൽ π × π × π. ഇനി r² ക്യൂബ് എന്ന് പറഞ്ഞാൽ r⁶ ആണ്. അതിനെ r⁶ ആയിട്ട് എഴുതുക. സോ 3 × 3 × 3 × v × v × v π × π × π r⁶ നമുക്ക് മേളിൽ കിട്ടിയിട്ടുണ്ട്. 9v²/2π². കുറച്ച് വിയും വിയും ഒക്കെ ക്യാൻസലായി പോകും. 3യും 3യും 9ഉം ക്യാൻസലാകും. പൈ തമ്മിൽ ക്യാൻസലാകും. π² ക്യാൻസലാകും. ബാക്കി വന്ന താഴത്തെ 2 അങ്ങ് മുകളിൽ ചെല്ലും, ന്യൂമറേറ്റർ ചെല്ലും. 2 ഉണ്ട്, പിന്നെ മേളിൽ ന്യൂമറേറ്റർ v ഓൾറെഡി ഉണ്ട്, ഒരു 3 ഉണ്ട്, അത് എഴുതുക. ഹോൾ ഡിവൈഡ് ബൈ താഴെ ഒരു പയ്യും ഉണ്ട് ഡിനോമിനേറ്ററിൽ. അത്തരം കാര്യങ്ങളൊന്നും എഴുതുക. ദാറ്റ് ഈസ് h³ ഈസ് ഈക്വൽ ടു 2 × v. v നമുക്ക് ഓൾറെഡി ഉണ്ട്, 1/3 πr²h. h³ എന്നാണ് എഴുതേണ്ടത്. h ഈസ് ഈക്വൽ ടു എഴുതിയിരിക്കുന്നത് h³ ഈസ് ഈക്വൽ ടു. രണ്ട് സൈഡിൽ ഒരു h ഉണ്ട്, നമുക്കറിയാവുന്ന അവിടെ ഒരു h ഉണ്ട്, ഒരു 3 മേളിലുണ്ട്, അതുകൂടെ താഴോട്ട് എഴുതുക. രണ്ട് സൈഡിലും ഒരു h ഉണ്ട്. ആ h-ഉം 3യും 3യും πയും πയും h-ഉം h³ ക്യാൻസലായി പോകും. ഈ സ്ക്വയർ വരും. സോ h² ഈസ് ഈക്വൽ ടു 2r² വരും. റൂട്ട് എടുക്കുക. h ഈസ് ഈക്വൽ ടു √2r. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. ഇത്തിരി ബോറഡിയായിട്ടൊക്കെ തോന്നും, ഇച്ചിരി ടഫാണ്, ഇച്ചിരി ലെങ്തിയാണ്. നന്നായിട്ട് എഴുതി പഠിച്ചോണം.